പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം നമുക്ക് അത്ഭുതങ്ങളുടെ ദൈവമായി, സുരക്ഷിതനായ ദൈവമായി, നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമായി, ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ഇമ്മാനുവേലാം ദൈവം ഒരിക്കലും നമ്മെ കൈവിടുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല. കർത്താവിൻ്റെ കരുണയും കൃപയും ഓരോ ദിവസവും നമ്മെ നടത്തുന്നല്ലോ. കർത്താവിൻ്റെ ദയക്കായി കരുണയ്ക്കായി സ്തോത്രം. സമയത്തെ ചിന്തയ്ക്കായിട്ട് സാംസ് 92 അതിൻ്റെ 1-2 വാക്യങ്ങൾ. യഹോവയെ സ്തോത്രം ചെയ്യുന്നു, അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും ബദ്ധവുമുള്ള വാഴ്ത്തും കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. രാത്രി തോറും ഹല്ലേലൂയ നിന്റെ വിശ്വസ്തയും രാവിലെ നിന്റെ ദയയും ഹല്ലേലൂയ വർണ്ണിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത വാക്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 10ാം വാക്യം. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. ഹല്ലേലൂയ. 12ാം വാക്യത്തിൽ പറയുന്നു, നീതിമാൻ പന പോലെ തഴുകി, എൻ്റെ പിന്നിലെ ദേവദാരു പോലെ വളരും. ആൻഡ് ലാസ്റ്റ് വേഴ്സ്, യഹോവ നേരുള്ളവൻ, എൻ്റെ പാറ, അവന് നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. ഈ 4 വാക്യങ്ങളെ പറ്റി നമ്മൾ അല്പസമയം ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ദയയും കരുണയും. ഹല്ലേലൂയ. അവിടുന്ന് ദയവും മനസ്സിലുള്ള ദൈവമാണ്. അവിടുത്തെ ക്യാരക്ടറിനകത്ത് പറയുന്നതാണ് അവിടുന്ന് വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. മനുഷ്യരെല്ലാം മാറിപ്പോയെങ്കിലും മാറാത്തവനായി, കൈവിടാത്ത ദൈവമായി, ഉപേക്ഷിക്കാത്ത ദൈവമായി, കരുണയും മനസ്സിലുള്ള ദൈവമായി ദൈവം നമ്മോടുകൂടെ ഉണ്ട്. മോശയുടെ പുറപ്പാട് പുസ്തകത്തിൽ പറയുമ്പോഴേ അവിടുത്തെ ക്യാരക്ടർ പറയുമ്പോൾ ഞാൻ കരുണയും മനസ്സിലുള്ള ദൈവമാണ്. ഹല്ലേലൂയ. 1000 തലമുറ വരെ വിശ്വസ്തത കാണിക്കുന്ന ദൈവമാണ്. ഞാൻ കൈവിടുന്ന് നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നിങ്ങൾ എന്നെ ഉപേക്ഷിക്കാതിരുന്നാൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. കർത്താവിൻ്റെ കരുണയും കൃപയും നമ്മോടുകൂടെ എന്നും ഉള്ളതിനാൽ ദൈവത്തെ നാം വാഴ്ത്തണം, സ്തുതിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും ഹല്ലേലൂയ അത്യുന്നതനായ നിന്റെ നാമത്തെ വർണ്ണിക്കുന്നതും. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചെയ്യുക, നന്ദി എടുക്കുക. ഹല്ലേലൂയ. താങ്ക്സ് ഗിവിങ്. ഓരോ ദിവസവും കർത്താവേ നീ എന്നെ നടത്തിയല്ലോ, ഇന്ന് ഈ ഒരു ജീവിതയാത്രയിൽ ഇന്ന് വരെ നീ എന്നെ നടത്തിയല്ലോ, ഇന്നൊരു പുതിയ ദിവസം എനിക്ക് തരുവാൻ കാണുവാൻ ഇടയാക്കിയല്ലോ. കഴിഞ്ഞ രാത്രി ഞങ്ങൾ കിടന്നിറങ്ങി, ഒരു പ്രഭാതം ദൈവമേ നീ എനിക്ക് തങ്ങൾക്ക് തരുവാൻ കർത്താവെ എന്ത് യോഗ്യതയുണ്ട് കർത്താവെ, നിന്റെ കൃപയും കരുണയും ഒന്ന് മാത്രം. ഹല്ലേലൂയ. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെപ്പറ്റി നാം കർത്താവിന് സ്തോത്രം ചെയ്യണം. അത് രണ്ട് അടുത്ത കാര്യം പറയുന്നത് വർണ്ണിക്കുക. വർണ്ണിക്കുക മീൻസ് സ്തുതി. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുക. എന്തുകൊണ്ട് സ്തുതിക്കണം? ഹല്ലേലൂയ. അവിടുത്തെ വിശ്വസ്തയും വർണ്ണിക്കുന്നത്, അവിടുത്തെ ദൈവം വിശ്വസ്തയും വർണ്ണിക്കുന്നത് നല്ലത്. വിശ്വസ്ത എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റല്ലോ, രാവിലെ സൂര്യനിക്ക് നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ സൂര്യൻ ഉദിച്ചു വന്നല്ലോ. മേഘങ്ങൾ, കാർമേഘങ്ങൾ, ഗ്രഹങ്ങൾ, എത്രയോ ഗ്രഹങ്ങൾ വരുന്നു. ഇതിനെയൊക്കെ എങ്ങനെ കർത്താവ് ഇത് മാനേജ് ചെയ്യും? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതിനു വേണ്ട ഫ്യൂവൽസ് എന്തെങ്കിലും കർത്താവ് കൊടുക്കുന്നതായിട്ട് നമുക്കുണ്ടോ? ഹല്ലേലൂയ. അപ്പോഴേ ആ കർത്താവിൻ്റെ ദയയും കരുണയും ഒരിക്കലും കുറഞ്ഞു പോയിട്ടില്ല. ഹല്ലേലൂയ. രാവിലെ തോറും അവിടുത്തെ വിശ്വസ്തയായതുകൊണ്ടാണ് നാം ഓരോ ദിവസവും നമുക്ക് വേണ്ട മഴയും മഞ്ഞും ഒക്കെ തന്ന ദൈവം ഓരോ ദിവസം പോറ്റുന്നല്ല. അവിടുത്തെ ആ വിശ്വസ്തതയ്ക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അവിടുത്തെ വർണ്ണിക്കുന്നത് നല്ലത്. നാം ദൈവത്തെ വർണ്ണിക്കുമ്പോൾ, ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാം ദൈവത്തെ സ്തുതിച്ച് അങ്ങോട്ട് തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം പറയുന്നു ഹല്ലേലൂയ, അവിടുത്തെ ദയയും കരുണയും അവിടുന്ന് നമ്മെ അണിയിക്കും. ഹല്ലേലൂയ. അവിടുന്ന് നല്ലവൻ നമ്മൾ അങ്ങോട്ട് രുചിച്ചറിയുമ്പോൾ അവിടുത്തെ അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് അങ്ങ് വരിക. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യം നമ്മളിൽ അവിടെ ഉണ്ടായിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ജോലി മണ്ഡലങ്ങളിൽ, ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയാണ്. പൗലോസ് പറയും, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാല, എന്നുള്ള എൻ്റെ കൃപ വൃദ്ധമായി പോയിട്ടില്ല. ഹല്ലേലൂയ. ഒരിക്കലും അവിടുന്ന് കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായി മാറിപ്പോയാലും നമ്മെ വിശ്വസ്തനായ ദൈവം നമ്മെ പരിപാലിക്കുന്നല്ലോ, സൂക്ഷിക്കുന്നല്ലോ. ഹല്ലേലൂയ. അത്ഭുതമായ ഇവിടുത്തെ കരങ്ങൾക്കായി ദൈവം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കാം. ഹല്ലേലൂയ. അതിൻ്റെ 10ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ, എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. ഹല്ലേലൂയ. പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. ഈ കാട്ടുപോത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജീവിയല്ല. ഇംഗ്ലീഷ് പറയുന്ന യൂണിക്കോൺ. ഹല്ലേലൂയ. ഈ കാലത്ത് അത് കിട്ടാൻ ആ യൂണിക്കോൺ എന്ന് പറയുന്ന ആ ജീവിയെ നമുക്ക് കാണാൻ പോലും ഇല്ലെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. പണ്ടേ കാലത്ത് കണ്ടുണ്ട്. എന്നാൽ കാട്ടുപോത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ഓക്സൺ. ഹല്ലേലൂയ.
വൈൽഡ് ഓട്സ് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു വലിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ കുത്തിമറിക്കുന്നതിനൊന്നും അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതിനൊന്നും ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഹല്ലേലൂയ. അവർ ക്ഷീണിക്കുകയില്ല. ഹല്ലേലൂയ. അവൾ തളർന്നു പോകുകയില്ല. ഹല്ലേലൂയ. ബാലിക്കാർ തളർന്നു പോകും, ക്ഷീണിച്ചു പോകും. എന്തെങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവൾ നാൾക്കുമേൽ ഹല്ലേലൂയ അവൾ എന്ത് ചെയ്യുക, കഴുകന്മാരെ പോലെ ഉയർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇവിടെ എന്താണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നു പുതിയ എന്നെ തേപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ, ആ അഭിഷേകം വരുമ്പോൾ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് രണ്ട് വിധത്തിൽ, ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആത്മാവിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ അഭിഷേകവും രണ്ട് കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ആത്മശക്തി നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രാപിക്കുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിനാൽ നമ്മളെ നിറയ്ക്കും. ഹല്ലേലൂയ. ആ ശക്തിയാണ് പിന്നെ നമുക്ക് മുമ്പോട്ട് പോകുന്നത്. ഹല്ലേലൂയ. ആ ശക്തിയാണ് നമ്മളെ ഉറപ്പിച്ച് നിർത്തുന്നത്. ഹല്ലേലൂയ. വചനം പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാവുന്നു. ഏത് പ്രയാസങ്ങളും പ്രതികൂലങ്ങളെയും നേരിടുവാൻ വേണ്ട കൃപ ആ ശക്തിയിലായിട്ടിരുന്നത്. എന്നാൽ അഭിഷേകം പറയുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഒരു പ്രത്യേക ഒരു നിയോഗത്തിന് വേണ്ടി കർത്താവ് ഹല്ലേലൂയ ദാവീദിനെ രാജസ്ഥാനത്തേക്ക് വേണ്ടി ശമൂവേൽ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. പ്രത്യേക ഒരു ഡ്യൂട്ടി കൊടുക്കുന്നതിനാണ് ഈ അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു പുതിയ എന്നെ തേപ്പിച്ച് എന്നെ അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഒരു നിയോഗം നമ്മൾ മേലുണ്ട്. ഹല്ലേലൂയ. ആ ഒരു ഉത്തരവാദിത്വത്തോടെ ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരും, അതിനുള്ള ശക്തി തരും. കാട്ടുപോത്ത് ശക്തിയെ തരുന്നെങ്കിൽ ഹല്ലേലൂയ പുതിയ ഒരു അഭിഷേകത്തെയാണ് തരുന്നത്. ഹല്ലേലൂയ. ഈ അഭിഷേകവും ഈ ദൈവശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശത്രുവിനോട് പോരാടാൻ കൊള്ളൂ. ഇന്ന് നമ്മുടെ ശത്രുക്കളെന്ന് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, പക്ഷികളോടും അധികാരങ്ങളോടും ഹല്ലേലൂയ ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടും നമുക്ക് പോരാട്ടമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കർത്താവിലും അതിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം താഴോട്ട് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സർവായുധ വർഗം ഫുൾ ആർമർ ഓഫ് ഗോഡ് ഹല്ലേലൂയ അത് അണിയണം. ഹല്ലേലൂയ. അതെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ ഇന്ന് നമ്മുടെ ശത്രുക്കളായ ഹല്ലേലൂയ പൈശാചി ബന്ധനങ്ങൾ, ലോകം ജഡം പിശാച് ജയിപ്പാൻ വേണ്ട ആ കൃപ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. അതിനായിട്ട് നാം എന്ത് ചെയ്യണം? ആ വചനപ്രകാരം ഹല്ലേലൂയ ആ ദൈവീക സാന്നിധ്യത്തോടെ ആത്മാവിൻ്റെ ബലത്തോടെ ഹല്ലേലൂയ ആ സർവായുധവർക്കും അങ്ങോട്ട് അഴിയുമ്പോൾ നമ്മുടെ സ്വയം നീതിയല്ല. പൗലോസ് പറയുന്നത് എൻ്റെ സ്വയം നീതിയല്ല, എനിക്ക് അവനെ അറിയണം, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെയും ശക്തി ഒന്ന് രുചിച്ചറിയണം. ഹല്ലേലൂയ. അവൻ്റെ കഷ്ടാനുഭവം കൂട്ടായ്മയെ ഒന്ന് രുചിച്ചറിഞ്ഞ് ഹല്ലേലൂയ എൻ്റെ സ്വന്തം നീതിയല്ല, ദൈവത്തിൽ നിന്ന് തരുന്ന നീതി. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരുവൻ മാത്രം ആ ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവേ നിന്റെ കൃപ എനിക്ക് വേണമേ, നിന്റെ കരുണ എനിക്ക് വേണമേ, നിന്റെ ദയ കുറഞ്ഞു പോയിട്ടില്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ. നാം കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അവിടുന്ന് ക്ഷമിക്കുവാൻ ഹല്ലേലൂയ ശക്തനായ ദൈവമാണ്. നാം കരുണയ്ക്കായി അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കരുണ തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവിടുന്ന് വചനം പറയുന്നത് ആസ്ക് ഇറ്റ് ഷാൽ ബി ഗിവൺ. അല്ലെങ്കിൽ നാം ചോദിക്കുമ്പോൾ കിട്ടുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവ്. കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ എനിക്ക് തരണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ആ ശക്തി ദൈവം തരും. കർത്താവിൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് നാം അപേക്ഷിക്കുമ്പോൾ കർത്താവ് പാപങ്ങളെ ക്ഷമിക്കും. പാപം ഇല്ലെന്ന് നാം പറയുമ്പോൾ നാം നമ്മെ തന്നെ അസത്യവാദിയാക്കുകയാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ഈ 2-3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തിക്കായിട്ട് കൃപയ്ക്കായിട്ട് നാം യാചിക്കണം. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ശക്തിക്കായിട്ട് യാചിക്കണം. കർത്താവെ പാപമോചനത്തിനായിട്ട് യാചിക്കണം. പിന്നെ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുമ്പോൾ ജ്ഞാനം കർത്താവെ എനിക്ക് ബുദ്ധിയില്ല, കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം വകതിരിവ് കർത്താവെ ഓരോ ദിവസം എങ്ങനെ ജീവിക്കണം ഹല്ലേലൂയ കർത്താവെ അതിനുള്ള ആ ആലോചന കർത്താവെ നീ എനിക്ക് തരണമേ എന്ന് നാം പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ഹല്ലേലൂയ അവിടുന്ന് നമ്മളെ ഒരിക്കലും റിജക്റ്റ് ചെയ്യുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല. അവിടുന്ന് നമുക്ക് വേണ്ട ആലോചന നമ്മൾ ചോദിക്കുമ്പോൾ കിട്ടും. അതാണ് കർത്താവ് കീപ്പ് ഓൺ ആസ്കിങ്, കീപ്പ് ഓൺ ഹല്ലേലൂയ നോക്കിങ് ഹല്ലേലൂയ എങ്കിലും മാത്രമേ അത് ലഭിക്കാവുള്ളൂ. ഓരോ ദിവസം അതാണ് കർത്താവ് പറയുന്നത്, അന്നന്ന് ഞങ്ങൾക്ക് വേണ്ട അപ്പം തരണം. ഓരോ ദിവസം നാം പ്രഭാതത്തിൽ എഴുന്നേറ്റ് കർത്താവിനോട് യാചിക്കുമ്പോൾ ഹല്ലേലൂയ. അതാണ് ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുന്നത്, രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നത് നല്ലത്.
എൻ്റെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കുന്നു. ഹല്ലേലൂയ. ഇതിനെപ്പറ്റി നമ്മളൊന്ന് സന്തോഷിക്കുമ്പോൾ, ബലപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നാം ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, നാം ദൈവത്തിന് ശക്തി കൊടുക്കുമ്പോൾ ദൈവം തൻ്റെ ശക്തി നമുക്ക് തരിക. ഹല്ലേലൂയ. 29 സങ്കീർത്തനത്തിൽ 69 അതിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കും. രാവിലെ സമയം ദൈവം ശക്തീകരിക്കും. ഹല്ലേലൂയ. അടുത്ത വാക്യം നമ്മൾ വായിച്ചത് വാക്യം, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ. ഹല്ലേലൂയ. ഈ വൃക്ഷം നോക്കിക്കണേ. ഈ പന എന്ന് പറയുന്നത് എപ്പോഴും ആരാപര മീൻസ് ഗ്രീന. ഹല്ലേലൂയ. പച്ചയായ പുൽപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടില്ലേ, അവൻ അറ്റിരുത് നട്ടിരിക്കുന്നു, തക്കാലത്ത് ഫലം കായ്ക്കുന്നു, ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവിടെ അതിനെ നയിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ആ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, നാമും കർത്താവും ഒന്നാവുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വചനം പറയുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് നിങ്ങളിൽ വസിക്കും. ആ ഉള്ളിൽ നിന്നാണ്, നമ്മുടെ ഉള്ളിൽ നിന്നല്ല വരുന്നത്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു ആലയമാക്കി നമ്മെ അങ്ങ് മാറ്റും. ഹല്ലേലൂയ. ആ ആലയത്തിൽ നിന്ന് പൊങ്ങുന്ന ആ അനുഗ്രഹങ്ങൾ, ഹല്ലേലൂയ, യഹോവയുടെ ആലയത്തിൻ്റെ നടുതലയായവർ, ഹല്ലേലൂയ, ആ ആലയത്തിൽ നിന്ന് പൊങ്ങുന്ന ആ അനുഗ്രഹങ്ങൾ കൊണ്ട്, ഹല്ലേലൂയ, ദൈവം നമ്മെ പോഷിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ നീതിമാൻ പന പോലെ തഴയ്ക്കും. ഹല്ലേലൂയ. ലെബനോനിലെ ദേവദാരു. വൃക്ഷങ്ങളൊന്നും കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളോ വലിയ കാറ്റോ കോളോ മഴയോ ഒന്നും വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും ഇത് അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതിൻ്റെ മേലിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ വേരാണ്. ഹല്ലേലൂയ. ആ വേര് ആഴത്തിലേക്ക് ആദ്യം ഇറങ്ങിയില്ലെങ്കിലും അത് ആ ചെറിയ കല്ലുകൾ, അതിനകത്തുള്ള റോക്കിനെ ചുറ്റി പിണഞ്ഞ്, ഹല്ലേലൂയ, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. പറ്റുവേരെന്ന് പറയും മലയാളത്തിൽ. അതുകൊണ്ടാണ് ആ വേര് ശക്തിയുണ്ട്. എന്ത് പ്രതികൂലം നമുക്ക് തെങ്ങിൻ്റെയൊക്കെ വേരാണ് വലിയ താഴോട്ട് പോയില്ലെങ്കിലും ഇതിനെയൊക്കെ സ്ട്രോങ് ആയിട്ട് നിർത്തുന്നത്. പറ്റി പിണഞ്ഞ് ഈ കിട്ടുന്ന സ്ഥാനത്തിൽ ആ കല്ലുകളെയൊക്കെ ചുണങ്ങി അങ്ങ് പിണഞ്ഞ്, ഹല്ലേലൂയ, അതാണ് ക്രിസ്തുവിൽ ഇതിനോട് ചേർന്നിരിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കല്ലിനോട്, ആ ക്രിസ്തുവാകുന്ന പാറയോട്, ആ യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തുവിനോട് നാം ചേർന്നിരിക്കുമ്പോൾ, ആ കർത്താവിനോട് പറ്റിയിരിക്കുമ്പോൾ, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും എന്നുള്ള വചനപ്രകാരം കർത്താവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. അവനോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ലെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ഇത്ര ഉറപ്പും ധൈര്യവും ദൈവം നമുക്ക് തരും. കർത്താവിനോട് ചേർന്നിരിക്കുക. എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കർത്താവ് പറഞ്ഞു, ചെയ്യാൻ പറ്റത്തില്ലെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് കർത്താവിനോട് ചേർന്നിരിപ്പാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് ദേവദാരു പോലെ, ഹല്ലേലൂയ, അക്ഷയമൊന്നും അതിനെയൊന്നും ബാധിക്കത്തില്ല. ഹല്ലേലൂയ. സ്ട്രോങ് ആയിട്ട് നിന്ന് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം വേണ്ട ദൈവം കൃപ നമുക്ക് തരും. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നു, വാർദ്ധക്യത്തിലോ ഫലം കാഴ്ചകൊണ്ടിരിക്കാം, പുഷ്ടി വെച്ചും പച്ച പിടിച്ചിരിക്കും. ഹല്ലേലൂയ. ഈ ചെന്നതൊരു വിഷയമല്ല. ഹല്ലേലൂയ. എന്ത് പ്രതികൂലം വന്നാലും അതിനെ ദൈവം നടത്തുവാൻ ശക്തനായി. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. മോശ 120 വർഷമായി അവരുടെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു പോയിട്ടില്ല. അന്നത്തെ പോലെ ഇന്നും ആരോഗ്യമുണ്ട്. ഹല്ലേലൂയ. യോശുവയും കാലേബും പറയും, കാലേബും അതാണ് പറയുന്നത്. ഹല്ലേലൂയ. പുഷ്ടി വെച്ചും പച്ച പിടിച്ചിരിക്കും. യഹോവ നീരുള്ളും, അവനെൻ്റെ പാറ, അവനിൽ നീതിയേടില്ല എന്ന് കാണിക്കേണ്ടതിനാണ്. അവിടുന്ന് നമ്മുടെ പാറയാണോ? ഹല്ലേലൂയ. ആ ക്രിസ്തുവാകുന്ന പാറയോട് ചേർന്നിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പത്രോസിലേന്തി പറയുമ്പോഴേ നാം ആ ക്രിസ്തുവാകുന്ന പാറയോട് ചേർത്ത് നമ്മെ ഒരു ആത്മീയ ഗ്രഹമായി പണിഞ്ഞു വരിക. ഈ ആത്മീയ ഗ്രഹം എന്ന് പറയുന്നത് പുതിയ യെരൂശലേം എന്നൊരു സിറ്റിയാണ്. ഹല്ലേലൂയ. ആ സിറ്റിയെ ചേർക്കുവാനാണ്. അതായത് കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചതാന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ കാണിച്ചു കൊടുത്തു പുതിയ യെരൂശലേം എന്നൊരു ഒരു സ്വർഗീയ സിറ്റി, പട്ടണം താഴോട്ട് ഇറങ്ങി വരുന്നു. അതിൻ്റെ ജ്യോതിസ് വളരെയാണ്. അപ്പം നമ്മളെ കഷ്ടതയിലും പ്രയാസങ്ങളിൽ കൂടെ ഒക്കെ കർത്താവ് നടത്തുന്നത് നമ്മളെ കൂടുതൽ ഹല്ലേലൂയ ജ്യോതിസാക്കി, ഹല്ലേലൂയ, പവർഫുൾ ആക്കി കർത്താവ് മാറ്റുക. ഹല്ലേലൂയ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമോ അത്യന്തം തേജസ്സിൻ്റെ നിത്യഘനം നമുക്ക് ലഭിക്കുന്നതെന്നാണ്. ഹല്ലേലൂയ. കഷ്ടങ്ങൾ സാരമില്ല, ദുഃഖങ്ങൾ സാരമില്ല, ഇതെല്ലാം നമ്മളെ തേജസ്കരണിക്കുക. ഹല്ലേലൂയ. സാൽവേഷന് 3 സ്റ്റെപ്പാണ്. ഹല്ലേലൂയ. ഒന്ന് ആത്മാവിൻ്റെ രക്ഷ, അടുത്ത ദേഹിയുടെ രക്ഷ, മൂന്നാമത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ രൂപാന്തരം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് സകല സൃഷ്ടി ഇന്ന് വരെ കാത്തു സൂക്ഷിച്ച് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സകല സൃഷ്ടിറ്റുന്നതോടെ ഹല്ലേലൂയ ഞരങ്ങി ആ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ആ പുത്രത്തിന് വേണ്ടി, അത് ഫൈനൽ സാൽവേഷൻ, അത് കർത്താവ് വരുമ്പോൾ ഹല്ലേലൂയ തൻ്റെ ഗംഭീര നാളത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും സ്വർഗീയ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർന്ന്
ജീവിതത്തിൽ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെതിരെ അനാകാശമേഘങ്ങൾ എടുക്കപ്പെടും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിച്ച് നമ്മുടെ പ്രത്യാശ ഒരു നങ്കൂരം. ഹല്ലേലൂയ. കർത്താവ് വരും, നമ്മെ ചേർക്കുവാൻ വരും. പറഞ്ഞു അവൻ പോയതുപോലെ വരും. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആ വലിയൊരു താമസമെന്ന് ഒരു കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല. എല്ലാവരും രക്ഷ പ്രാപിക്കണമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം നമുക്ക് നിയോഗങ്ങൾ അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ, കർത്താവിൻ്റെ കൃപയ്ക്കനുസരിച്ച് ലോകത്ത് വിശ്വസ്തയോട് ജീവിച്ച് കർത്താവിൻ്റെ വരവിൽ പോകണം. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. ഹല്ലേലൂയ. അതിനായി ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുന്നു. ഹല്ലേലൂയ. അവനിൽ നീതികേടില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. അവിടുന്ന് ഒരിക്കലും ഹല്ലേലൂയ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. മനുഷ്യരെല്ലാം മാറിപ്പോയാലും ഹല്ലേലൂയ ഞാൻ പോയതുപോലെ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ആ സ്ഥലം ഒരുക്കിയാൽ നിങ്ങളെയും ഒന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടും ആ പ്രത്യാശയോടും ആ ഉറപ്പോടും വേണം നാം ജീവിക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ആ വിശ്വാസത്തോട് ചെയ്യുമ്പോൾ ചെയ്യുന്ന സേവനങ്ങൾ ഹല്ലേലൂയ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും നിഷ്ഫലമല്ല. ഹല്ലേലൂയ. മോശയോട് പറയുമ്പോൾ മോശ മുഖാന്തരം ശലോമോൻ ഇങ്ങനെ പറയുന്നു, മോശ മുഖാന്തരം അരുളി ചെയ്ത വചനങ്ങൾ ഒന്നും വാഗ്ദത്തങ്ങൾ ഒന്നും വൃഥാവായിട്ടില്ല. ഹല്ലേലൂയ. ഇന്നും കർത്താവ് അവസാനം നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ പോയതുപോലെ വരും. ഹല്ലേലൂയ. നമ്മെ ചേർക്കുവാൻ വരും. ആ ഉറപ്പോടെ കർത്താവിൻ്റെ വഴി പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രതിസന്ധികളും ഒന്നും കണ്ട് ഭാരപ്പെടാതെ നാം ദൈവത്തെ അങ്ങോട്ട് ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, ഹല്ലേലൂയ അവൻ്റെ നാമത്തെ അങ്ങോട്ട് വർണ്ണിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കുറഞ്ഞു പോകുകയല്ല, നമ്മൾ ഈ ദൈവത്തിൻ്റെ ശക്തി ആവരിക. അതിനായി ദിവസത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിനെ നന്ദിയോടെ നമുക്ക് കർത്താവിനെ സ്മരിക്കാം. നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ വരവിൽ കാണപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്ന കർത്താവിനെ സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു ഓൾ.